യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഒരു ദിവസം കൂടി പ്രാർത്ഥിക്കാനും ഇതുപോലെ വചനം കേൾക്കാനും സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും എല്ലാ അവസരവും സമയവും ഭാഗ്യവും ഒക്കെ തന്നിട്ടുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകാം. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും, ഇന്ന് ആദ്യമായ വചനം കേൾക്കുന്നവരുണ്ട്. കുറച്ച് ദിവസം കേട്ടു, പിന്നെ കുറേ ദിവസം കേട്ടില്ല, പിന്നെ കേൾക്കാൻ തുടങ്ങി. യാദൃശ്ചികമായി ഒരിക്കൽ കേട്ടു, മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും ഒരേ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെ മേലും ദൈവിക സംരക്ഷണത്തിൻ്റെ ഉറപ്പുള്ളൊരു കോട്ടയുണ്ടാകണം. ആ ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തും ആ നന്മ വെളിപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചതല്ല. നമ്മുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒരാൾ, ഈ ഒരു വിശ്വാസമാണ് അവരുടെ. ഈ മുറ്റത്തുള്ള ആ പ്രാർത്ഥനയുടെ സ്ഥലത്ത് മുറ്റത്തിട്ടിരിക്കുന്ന കല്ലിൻ്റെ ഒരു കഷണം, ഒരു ചെറിയ കല്ല് എടുത്തുകൊണ്ട് പോയി അവരുടെ വീടിനകത്ത് വച്ച്, കർത്താവേ, എനിക്കൊരു വീടുണ്ടാകണം എന്നും പറഞ്ഞ്, കർത്താവേ, എൻ്റെ ഭവനത്തെ പണിയണമേ എന്നും പറഞ്ഞ് ഒരു പേപ്പറിനകത്ത് വചനം എഴുതി ഈ മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ട് പോയൊരു കല്ല് ചുരുട്ടി, ആ വചനം എഴുതിയ പേപ്പർ ആ കല്ല് ചുരുട്ടി അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച്, കർത്താവേ, നാളുകളായി ഞങ്ങൾ വാടകയ്ക്കാണ്, ഒരു വീട് പണിയാനൊക്കണേ, അങ്ങനെ വഴി തെളിയണേ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത്, എൻ്റെ ഒരു വിശ്വാസം ഞാൻ ചെയ്തതാ, ഇങ്ങനെ ചെയ്തു, എനിക്കിന്നൊരു നല്ല ഭവനത്തിന് അടിസ്ഥാനം ഇടുവാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ സഹായം എനിക്ക് ഒത്തിരി ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായ ഒരു ദിവസം അവിടെ വരുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച വന്ന് സാക്ഷിയൊക്കെ പറയണം. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ സാക്ഷ്യം കേട്ടത് ഈ ദിവസം ഓർക്കുകയാണ്. നിനക്കൊരു സാക്ഷ്യം പറയാൻ ഒരു ദിവസമുണ്ടാകും. ഒരു സാക്ഷ്യം പറയാൻ ഒരുപക്ഷെ ആലയത്തിൽ നാളെ വന്നോന്നിരിക്കും. ദൈവം അതിനുള്ള സമയം തരും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം ആദ്യ ഭാഗമായി ധ്യാനിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയൊരു സമയവും ഒരു യാത്രയും ഉണ്ടായി. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. സിറ്റുവേഷൻ, സാഹചര്യം, കടന്നുപോയ അവസ്ഥ. ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ പിടികിട്ടുമെന്നറിയില്ല. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് അപ്പസ്തോല പ്രവർത്തനം 27-20 ഒന്ന് വായിച്ച് നോക്കിക്കേ. 27-20 ഞാൻ വായിക്കാം. വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന പ്രത്യാശ തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഒരു ഭീകര അന്തരീക്ഷം, ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് ശാന്തമായൊരു കാറ്റൊന്നുമല്ല, കൊടുങ്കാറ്റാണ്. ഇപ്പോൾ അവരുള്ളത് കടലിൻ്റെ നടുക്കാണ്, ഉൾക്കടലിലാണ്. എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം, ആരെ വിളിക്കണം എന്നും അറിയത്തില്ല. ഇരുട്ടോടിരുട്ട്, സൂര്യനോ ചന്ദ്രനോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എല്ലാം ചുറ്റോട് ചുറ്റും ഉരുട്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, പ്രതീക്ഷ തന്നെ കൈവെടിഞ്ഞു. എല്ലാ പ്രതീക്ഷയും പോയി. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയത്തെ നോക്കിയിട്ട് ചുറ്റുവട്ടോ ഇരുട്ടാ. എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നത് കാറ്റല്ല, കൊടുങ്കാറ്റാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു സങ്കടം, എന്തൊക്കെയോ ഒരു വേദന കൊടുങ്കാറ്റിനേക്കാൾ ശക്തമായി ആഞ്ഞടിക്കുന്നു. ഇനി അതൊന്നും ശരിയാകുമെന്നൊരു പ്രതീക്ഷ തോന്നുന്നില്ല. എല്ലാം കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു ഭയം.
വലിയ നഷ്ടമാകുമോ എന്നൊരു പേടി. പ്രിയരെ, ഈ വചനം വായിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിലാണ് ചില ദൈവിക പ്രവർത്തികൾ ഇന്ന് വെളിപ്പെടാൻ പോകുന്നത്. അടുത്തൊരു വാക്യം വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു വിളി കേൾക്കുകയാണ്. പൗലോസേ, പൗലോസേ, നീ ഭയപ്പെടണ്ട. ഈ കൂരിരുട്ടിനകത്തെ ആളുമില്ല, അർത്ഥവുമില്ല, എന്താ ചെയ്യണമെന്നറിയാതെ നഷ്ടങ്ങളുടെ കൂട്ടിൽ, പ്രതിസന്ധിയുടെ ഒത്ത നടുക്ക്, കടലിൽ പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പം പേര് വിളിക്കുക. പൗലോസേ, നീ ഭയപ്പെടണ്ട. ഇതുപോലെ എന്നെ വിളിക്കും. മാത്യു, നീ ഭയപ്പെടണ്ട. സഹോദര, നീ ഭയപ്പെടണ്ട. സഹോദരി, നീ ഭയപ്പെടണ്ട. പേര് വിളിച്ച് പറയും, ഭയപ്പെടണ്ട. എന്നിട്ടോ, സീസറിൻ്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നീ എത്തേണ്ടടുത്തെത്തും. ഇന്ന് കാണുന്ന ഇരുട്ടോ, ഈ അടിക്കുന്ന കൊടുങ്കാറ്റോ, ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമെല്ലാം കണ്ട് ഈ വെള്ളത്തിൽ തീരും, ഇത് മറിഞ്ഞു പോകും, ഈ വള്ളം തീരും, എല്ലാം നഷ്ടമാകും. നീ അങ്ങനൊന്നും ചിന്തിക്കുക പോലും വേണ്ട. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ 4 വശത്തു നിന്നും ഞെരുക്കിക്കൊള്ളട്ടെ, നിന്നെ ഞാൻ എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചിരിക്കും. നിന്നെ ഞാൻ എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചിരിക്കും. നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവർ, അവരും നിൻ്റെ കൂടെ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കൂടെ വചനം കേട്ട് നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ ചിലരുണ്ട്. വചനം കേട്ട് നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന നിൻ്റെ വീട്ടിലുള്ളവരുണ്ട്. വചനം ആയിരങ്ങൾക്ക്, 100 പേർക്ക്, 1000 പേർക്ക്, 2000 പേർക്ക് അയച്ചു കൊടുക്കുന്ന ചിലരില്ലേ? സഹോദര, നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരവർ. വചനം ചിലർക്കൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഇത് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകളിട്ട്, പള്ളിയുടെ ഗ്രൂപ്പിലിട്ടില്ലേ? ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലിട്ടില്ലേ? നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരാ. നിന്നെ മാത്രമല്ല, നിൻ്റെ കൂടെ ഈ യാത്ര ചെയ്യുന്നവരെയും ഞാൻ അത്ഭുതകരമായി സഹായിക്കും. അത്ഭുതകരമായി സഹായിക്കും. ഉറപ്പാണ്, ഉറപ്പുള്ളൊരു വാക്കാണ്. സഹായിക്കും. അടുത്തതോ 25-ാമത്തെ വാക്യം. അതിനാൽ ജനങ്ങളെ, ധൈര്യമായിരിക്കുവിൻ. ഇതാന്നില്ലാത്തത്, ഇതായിരുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ധൈര്യമായിരിക്കുവിൻ, ധൈര്യമായിരിക്കുവിൻ. എന്നോട് പറഞ്ഞതൊക്കെയും അതുപോലെ സംഭവിക്കും എന്നെൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദ്വീപിൽ നമ്മൾ ചെന്ന് പറ്റും. നോക്കൂ, കുറച്ച് വാക്കുകളുടെ പുറകിൽ ഭയപ്പെട്ട പൗലോസ് പറയുവാണ്, നമ്മളൊരു നല്ല സ്ഥലത്തു ചെന്ന് പറ്റും. നമ്മളെവിടെ മറിഞ്ഞു പോകില്ല. എനിക്ക് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട്, ഈ വചനം കേൾക്കാനിടയായാൽ ദൈവത്തിൻ്റെ സ്വരമാണ് കുഞ്ഞെ നീ കേട്ടത്. നീ ഒരു നല്ല സ്ഥലത്ത്, ഒരു ദ്വീപിൽ ചെന്ന് പറ്റും. ഒരു നല്ല സ്ഥലത്ത് ചെന്ന് എത്തും. ഒന്നും സംഭവിക്കാതെ, ഒരു കേടും സംഭവിക്കാതെ. പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, 4 വശത്തുനിന്നും ഞെരുക്കുകയാണ്, പ്രയാസമാണ്, വെല്ലുവിളിയാണ്, എല്ലാം അറിയാം. പക്ഷെ പേര് വിളിച്ചാ പറഞ്ഞേ, നീ എത്തേണ്ടടുത്തെത്തും. നീ നിൽക്കേണ്ടടുത്ത് നിൽക്കും. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും. അതിനുള്ള ആത്മബലവും അനുഗ്രഹവും മനുഷ്യനല്ല നിനക്ക് തരുന്നത്. പൗലോസേ, നീ ഭയപ്പെടണ്ട. നോക്കൂ, ആ സാഹചര്യത്തിൽ ഈ പേര് വിളിക്കുന്നത് കൂരാക്കൂരിട്ട സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പോലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന്. ആ ഇരുട്ടത്തും അവരെ കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇരുട്ടത്തും അവരെ മനസ്സിലാക്കുന്നൊരു ദൈവം ഉണ്ടായിരുന്നു കേട്ടോ. ആ പ്രതിസന്ധിയിലും കൈവിടാത്തൊരു ദൈവത്തെ നിങ്ങൾ കണ്ടോ? പ്രതിസന്ധിയിൽ കൈവിടാത്തൊരു ദൈവത്തെ ധ്യാനിക്കാതെ, പ്രാർത്ഥിക്കാതെ പോകരുത്. നമുക്കിന്ന് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരും. ഈ അറിയിപ്പൊന്ന് കേൾക്കണേ, എന്നിട്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈ മാസം 21-ാം തീയതി ശനിയാഴ്ച ബാംഗ്ലൂർ RRC ധ്യാന കേന്ദ്രത്തിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ ഏകദിന ധ്യാനമുണ്ട്. വൈകുന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ അത് കാരണമാകും. വിശ്വസിക്കുക. നമുക്ക് ആ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മാസം 21-ാം തീയതി, സെപ്റ്റംബർ 21, വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ.
ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്പം 1 മിനിറ്റോ 2 മിനിറ്റോ കൂടിയാലും ക്ഷമിക്കണം. പ്രധാനപ്പെട്ട കാര്യം, ഒക്ടോബർ മാസം മുതൽ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. ഇവിടെ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. ഉച്ച കഴിഞ്ഞ് 1:30 പ്രാർത്ഥന ആരംഭിക്കും. അത് നിയോഗ പ്രാർത്ഥനാ ധ്യാനമായിരിക്കും. വ്യാഴാഴ്ച ദിവസം ആളുകൾക്ക് ഇവിടെ വരാം. സാഹചര്യം അനുസരിച്ച് ആവശ്യമെങ്കിൽ ഇവിടെ താമസിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ താമസിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മുറികൾ വാടകയ്ക്കൊക്കെ കിട്ടാനുണ്ട് പുറത്ത്. നിങ്ങൾക്ക് അവിടെ താമസിക്കാം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന ഏകദിന ധ്യാനമാണ്. വ്യാഴാഴ്ചയും അനേകർ പങ്കെടുക്കുന്നു. അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റുകയാണ്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:30 ഒക്ടോബർ മാസം ആരംഭിക്കും. ആ ഒരു മാസം മുഴുവൻ അങ്ങനെ ആയിരിക്കും. വ്യാഴാഴ്ച വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച. വെള്ളിയാഴ്ച നിയോഗം ദൈവവചനത്തോട് ചേർത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ ശുശ്രൂഷകൾ അവസാനിക്കും. എല്ലാ ഭാഗത്തു നിന്നും പോകാനും വരാനും ബസ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഈ ആലയത്തിന് ഈ ബന്ധപ്പെട്ടുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അത് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാകട്ടെ. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഓൺലൈനിലൂടെ നിയോഗ പ്രാർത്ഥന ആരംഭിക്കും. സമയം 5:30 തന്നെ, 5:45 വരെ 10 ശരിക്കും ഓരോ വ്യക്തികൾക്ക്, നിയോഗങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ആ ഒരു മാസം അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ, നന്മയുടെ ഒരു മാസമായിരിക്കും. ഈശ്വരാശീർവാദത്തിനായി കർത്താവെ, അങ്ങയുടെ വചനം കേട്ട ഈ പ്രിയപ്പെട്ട സഹോദരനെ, ഈ അപ്പച്ചനെ, അമ്മയെ, സഹോദരിയെ, സഹോദരനെ, കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഈ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടാകട്ടെ. ദൈവകാരുണ്യമുണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾ നടത്തുന്ന പരീക്ഷകളും അധ്വാനങ്ങളും അനുഗ്രഹമാകട്ടെ. വരുമാനം അനുഗ്രഹമാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹമാണ്. സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ആയിരിക്കും. സാധിക്കുന്നവർക്കൊക്കെ വചനം കൊടുക്കുക. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആമേൻ.